രാജ്യത്തെ റെയിൽ യാത്ര കൂടുതൽ വിശ്വസനീയവും കാര്യക്ഷമവുമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ട്രെയിനുകളുടെ സമയനിഷ്ഠയ്ക്ക് ഇന്ത്യൻ റെയിൽവേ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ട്രെയിനുകൾ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക സംവിധാനങ്ങളുടെയും പ്രവർത്തനപരമായ പരിഷ്കാരങ്ങളുടെയും സഹായത്തോടെ തുടർച്ചയായ ഇടപെടലുകളാണ് റെയിൽവേ നടത്തുന്നതെന്നും അദ്ദേഹം ലോക്സഭയിൽ അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദമായ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ റെയിൽവേയുടെ മൊത്തത്തിലുള്ള ട്രെയിൻ സമയനിഷ്ഠ 76.32% രേഖപ്പെടുത്തി. മെയിൽ എക്സ്പ്രസ്, വന്ദേ ഭാരത് എക്സ്പ്രസ്, രാജധാനി എക്സ്പ്രസ്, ശതാബ്ദി എക്സ്പ്രസ് തുടങ്ങിയ എല്ലാ പ്രധാന സർവീസുകളുടെയും സംയുക്ത കണക്കാണിത്. മെയിൽ എക്സ്പ്രസ് വിഭാഗം ട്രെയിനുകളുടെ മാത്രം കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2026 ആദ്യപാദമായ ജനുവരി മുതൽ മാർച്ച് വരെ ശരാശരി സമയനിഷ്ഠ 75.05% എന്നാൽ രണ്ടാം പാദമായ ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇത് 75.76% ഉയർന്നതായി മന്ത്രി അറിയിച്ചു. പ്രവർത്തന രീതികളിലെ മെച്ചപ്പെടുത്തലുകളും സാങ്കേതിക ഇടപെടലുകളും ഈ വർധനവിന് സഹായകമായെന്നാണ് റെയിൽവേയുടെ വിലയിരുത്തൽ. പ്രീമിയം ഇതര എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയനിഷ്ഠ സംബന്ധിച്ച വിവരങ്ങൾ തേടി ലോക്സഭാംഗം ശാംഭവി ഉന്നയിച്ച ചോദ്യത്തിനാണ് മന്ത്രി വിശദമായി മറുപടി നൽകിയത്. അതോടൊപ്പം ചെറുകിട വ്യാപാരികളും ദിവസേന യാത്ര ചെയ്യുന്ന സാധാരണക്കാരും പ്രധാനമായും ആശ്രയിക്കുന്ന പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകളുടെ വൈകിയോടൽ സർക്കാർ നിരീക്ഷിക്കുന്നുണ്ടോ എന്നും സമയനിഷ്ഠ മെച്ചപ്പെടുത്താൻ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്നും അംഗം ആരാഞ്ഞിരുന്നു. ഇതിന് മറുപടിയായാണ് നിലവിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളും നിരീക്ഷണ സംവിധാനങ്ങളും മന്ത്രി വിശദീകരിച്ചത്. ട്രെയിനുകളുടെ സമയക്രമത്തെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി സാഹചര്യങ്ങളുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രധാനമായും മൂടൽമഞ്ഞ് പോലുള്ള പ്രതികൂല കാലാവസ്ഥ, ട്രാക്കുകളിലെ അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും, പാളങ്ങളിലെ അപ്രതീക്ഷിത തടസ്സങ്ങൾ, യാത്രക്കാർ അലാറാം ചെയിൻ ദുരുപയോഗം ചെയ്യുന്നത്, സമരങ്ങളും പ്രതിഷേധങ്ങളും, കന്നുകാലികൾ ട്രാക്കിലേക്ക് പ്രവേശിക്കുന്നത്, സുരക്ഷാ പരിശോധനകൾക്കും അടിയന്തര നിയന്ത്രണങ്ങൾക്കും വേണ്ടിവരുന്ന ഇടവേളകൾ, വിവിധ റെയിൽവേ സോണുകൾ തമ്മിലുള്ള ഗതാഗത ഏകോപനത്തിലെ വെല്ലുവിളികൾ, ഇത്തരം ഘടകങ്ങൾ പലപ്പോഴും ട്രെയിൻ സർവീസുകളുടെ സമയക്രമത്തിൽ നേരിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സമയക്രമം കൂടുതൽ കൃത്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ രാജ്യവ്യാപകമായി നിരവധി ആധുനിക സംവിധാനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെയും വിവര സാങ്കേതിക സംവിധാനങ്ങളുടെയും സഹായത്തോടെ ട്രെയിനുകളുടെ സഞ്ചാരം 24 മണിക്കൂറും തത്സമയം നിരീക്ഷിക്കുന്നു. വൈകലുകൾ കണ്ടെത്തുകയും ഉടൻ പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സംവിധാനം നിലവിലുണ്ട്. ട്രെയിൻ നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന ICMS കൺട്രോൾ ഓഫീസ് ആപ്ലിക്കേഷൻ, ദേശീയ ട്രെയിൻ വിവര സംവിധാനങ്ങൾ എന്നിവ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെ രാജ്യത്തെ വിവിധ റെയിൽവേ സോണുകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും യാത്രക്കാർക്ക് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാനും സാധിക്കുന്നു. എഞ്ചിനുകളിൽ ഘടിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത സംവിധാനങ്ങളിലൂടെ ട്രെയിനുകളുടെ സഞ്ചാരം തത്സമയം രേഖപ്പെടുത്തുന്നു. സ്റ്റേഷനുകളിലെ സിഗ്നൽ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ച വിവരശേഖരണ സംവിധാനങ്ങളും ട്രെയിൻ വരവും പുറപ്പെടലും കൃത്യമായി രേഖപ്പെടുത്തുന്നു. പഴയ കോച്ചുകൾക്ക് പകരം ഭാരം കുറഞ്ഞതും സുരക്ഷിതവുമായ പുതിയ തലമുറ കോച്ചുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതോടൊപ്പം വന്ദേ ഭാരത്, നവോ ഭാരത്, അമൃത് ഭാരത് തുടങ്ങിയ പുതിയ ട്രെയിൻ സർവീസുകൾ ഇറക്കി വേഗതയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ട്രെയിൻ ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയക്രമം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി പ്രത്യേക സമയം മാറ്റിവെക്കുന്നതിലൂടെ മറ്റു സർവീസുകൾക്കുണ്ടാകുന്ന തടസ്സങ്ങളും കുറയ്ക്കുന്നു. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉയർന്ന ശേഷിയുള്ള എഞ്ചിനുകൾ സർവീസിലിറക്കിയതോടെ ട്രെയിനുകൾക്ക് നിശ്ചിത വേഗത നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. മൂടൽമഞ്ഞ് മൂലം കാഴ്ച പരിമിതമാകുന്ന സാഹചര്യങ്ങളിൽ ലോക്കോ പൈലറ്റുമാർക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഇതോടൊപ്പം സിഗ്നൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ആധുനിക സംവിധാനങ്ങളും പ്രത്യേക പരിശീലനവും വൈകലുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതായി റെയിൽവേ വിലയിരുത്തുന്നു. ഈ വിവിധ നടപടികളുടെ ഫലമായി 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ റെയിൽവേ 77% മൊത്തത്തിലുള്ള സമയനിഷ്ഠ കൈവരിച്ചുവെന്നും വരും വർഷങ്ങളിൽ ഈ നിരക്ക് കൂടുതൽ ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. രാജ്യത്തെ റെയിൽവേ യാത്ര സുരക്ഷിതവും സമയബന്ധിതവും കൂടുതൽ വിശ്വസനീയവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ റെയിൽവേ സാങ്കേതിക നവീകരണങ്ങളും പ്രവർത്തന പരിഷ്കാരങ്ങളും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.